മത്സരിച്ച 8 സീറ്റുകളിൽ 7ഇടത്തും വിജയപ്രതീക്ഷ അർപ്പിക്കുകയാണിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. തൊടുപുഴ, കടുത്തുരുത്തി, കുട്ടനാട് മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു. കോതമംഗലത്ത് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ് വിലയിരുത്തൽ. കാഞ്ഞങ്ങാട് സീറ്റിൽ മാത്രം കേരള കോൺഗ്രസിന് വിജയപ്രതീക്ഷ അല്പം കുറവാണ്. ലെബി സജീന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട്. ലെബി, ഇപ്പോൾ ലീഗിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ UDF മുന്നണിയുടെ ഒരു വലിയ വിജയത്തിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു മികച്ച പെർഫോമൻസ് കൂടി ഉണ്ടാവണം. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, 10 സീറ്റിൽ മത്സരിച്ചു, 2 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. ഇത്തവണ 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തു, 8 സീറ്റിൽ മത്സരിച്ചു. അതിൽ 6 മുതൽ 7 സീറ്റുകൾ വരെ അവർ പ്രതീക്ഷിക്കുകയാണോ? അതോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലൊരു തലമുറ മാറ്റം കണ്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. തൊടുപുഴയിൽ നാളുകളായി കൈവശം വെച്ചിരുന്ന ഒരു സീറ്റ് മകൻ അബു ജോൺ ജോസഫിനെ വിട്ടുകൊടുത്തുകൊണ്ട് ജോസഫ് മാറി നിന്ന് ഈ ഒരു മൊത്തം ഏകോപനത്തിന്റെ ചുമതല ഏറ്റെടുത്തൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ വിജയം അവർക്ക് അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. ലേബി, ഷിഹാസ്, അത് വളരെ കൃത്യമാണ്. കാരണം കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച 2 സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് വിട്ടു നൽകുന്നു. അങ്ങനെ 10-ൽ നിന്ന് സീറ്റ് 8ആയി മാറുന്നു. ഈ 8-ൽ 7ഇടത്തും വിജയിക്കാനാകും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. അതിൽ തന്നെ PJ ജോസഫിന് പകരം മകൻ പാർട്ടി കോർഡിനേറ്റർ കൂടിയായ അബു ജോസഫ് മത്സരിച്ച തൊടുപുഴയിൽ 1,00,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് കരുതുന്നു. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് മത്സരിച്ച് കടുത്തുരുത്തിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ കുട്ടനാട്, കോതമംഗലം, തിരുവല്ല സീറ്റുകൾ തിരിച്ചുപിടിക്കും. അത് നല്ല മാർജിനിൽ തന്നെ തിരിച്ചുപിടിക്കും എന്നുള്ള ആത്മവിശ്വാസം കേരള കോൺഗ്രസ് ക്യാമ്പ് പുലർത്തുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ തവണ 5,000-ഓളം വോട്ടുകൾക്കാണ് മണ്ഡലം നഷ്ടപ്പെട്ടത്. കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും മുഖാമുഖം പോരാടുന്ന മണ്ഡലം. ഇവിടെ വലിയ മത്സരമാണ് നടക്കുന്നത്. എങ്കിലും അവസാനം വിനു ജോബ് അവിടെ വിജയിച്ചു കയറും എന്നുള്ള ആത്മവിശ്വാസം കേരള കോൺഗ്രസ് ക്യാമ്പ് പുലർത്തുന്നുണ്ട്. അതുതന്നെയാണ് ഇരിങ്ങാലക്കുടയുടെ കാര്യവും. ഇരിങ്ങാലക്കുട വലിയ മത്സരമായിരുന്നു. അവസാന സമയം വരെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്ന മത്സരവുമാണ്. എങ്കിലും അവസാനം മുൻ ചീഫ് കൂടിയായ തോമസ് ഉണ്ണിയാടൻ അവിടെ വിജയിച്ചു കയറും എന്നുള്ളൊരു ആത്മവിശ്വാസം ഏറ്റവും ഒടുവിൽ ക്യാമ്പിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 8ഇടത്ത് മത്സരിച്ച കാഞ്ഞങ്ങാട്, അത് തൃക്കരിപ്പൂരുമായി വച്ചുമാറിയ കാഞ്ഞങ്ങാട് മാത്രമാണ് വിജയപ്രതീക്ഷ അത്രത്തോളം ഇല്ലാത്തത്. അവിടെ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നു. ഏതായാലും ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ വിജയിച്ച് കയറാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയ മുന്നേറ്റം, അതായത് മത്സരിച്ച് 8 സീറ്റിൽ 7 സീറ്റും വിജയിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും UDF അധികാരത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് ക്ലെയിം ഉന്നയിക്കാനും, അത് മാത്രമല്ല വലിയ ഒരു മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നിൽക്കാനും ഒക്കെ കേരള കോൺഗ്രസിന് സാധിക്കും. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ ഉള്ളത്. ഷിഹാസ്, ശരി, ലെബി സജീന്ദ്രൻ പറഞ്ഞതാണ് കൃത്യം. അതായത് 8 സീറ്റിൽ 7 സീറ്റുകളും വിജയിച്ചാൽ 90% മുകളിലാണ് സ്ട്രൈക്ക് റേറ്റ്. ഉറപ്പായിട്ടും അബു ജോൺ ജോസഫിനും അതോടൊപ്പം കടുത്തുരുത്തിയിൽ മോൻസിനും ഒരു മന്ത്രിസ്ഥാനം പോലും വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന തരത്തിൽ മുന്നണിക്കുള്ളിൽ വലിയ സ്വീകാര്യത കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.